എല്ലാവർക്കും നമസ്കാരം. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം അയോധ്യാകാന്ഡത്തിൽ രാമാഭിഷേക വിഘ്നം എന്ന ഭാഗത്തിൽ ശ്രീരാമന്റെ അഭിഷേക വിഘ്നം വരുത്തുന്നതിനായുള്ള ഉപായം മന്ദര കൈകേയിയോട് പറഞ്ഞുകൊടുക്കുന്നതിനെ പരാമർശിച്ച് കവി എഴുതിയ വരികളാണ്. ധീരനായേറ്റം ദയാൻവിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശിക വാക്യസ്ഥിതനായി സുശീലനായ ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെങ്ങിരിക്കിലും ദുഷ്ടസംഗം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം. ദുർജന സംസർഗമേറ്റമകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപ്പുമാൻ. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. ശ്രീരാമന്റെ പട്ടാഭിഷേകത്തിന് ഒരുക്കങ്ങൾ നടക്കുമ്പോൾ അത് മുടക്കുവാൻ ദേവഗണങ്ങളുടെ അപേക്ഷ പ്രകാരം സരസ്വതീ ദേവി കൈകേയിയോട് ഉറ്റസമ്പർക്കം പുലർത്തുന്ന വളർത്തമ്മ കൂടിയായ ത്രിവിക്ര, അതായത് മന്ദരയുടെ നാക്കിൽ വസിച്ചു. അവൾ വഴി കൈകേയിയുടെ മനസ്സുമാറ്റി കൈകേയിയെ കൊണ്ട് പറയിച്ച് അഭിഷേകം മുടക്കുവാൻ ദേവന്മാർ ചെയ്ത ഒരു ഉപായമായിരുന്നു ഇത്. എന്നാൽ മാത്രമേ ശ്രീരാമൻ വനവാസം അനുഷ്ഠിച്ച് അവസാനം രാവണവധം നടത്താൻ ഉദ്ദേശിച്ചായിരുന്നു ഈ ഉപായം ദേവന്മാർ കൈക്കൊണ്ടത്. കൈകേയിയുടെ വളർത്തമ്മയായ മന്ദര തന്നെയാണ് കൈകേയിയുടെ മനസ്സുമാറ്റാൻ പറ്റിയ ആൾ എന്ന് ദേവന്മാർ ധരിച്ചു കാണും. മന്ദര കൈകേയിയെ ചെന്നുകണ്ട് അവരെ സ്വാധീനിച്ച് രാമന്റെ അഭിഷേകം മുടക്കേണ്ടതിന്റെ ആവശ്യകത പറഞ്ഞു മനസ്സിലാക്കി. ശ്രീരാമന്റെ ഉത്തമ സ്വഭാവത്തെ പറ്റി കൈകേയിയുടെ മനസ്സ് തിരിച്ചുവിടാൻ കഴിഞ്ഞു. ഈ കഴിവ് അവർ കൈക്കൊണ്ടത് സരസ്വതീ ദേവിയുടെ സാന്നിധ്യം കൊണ്ടുള്ള സാമർഥ്യം മൂലമായിരുന്നു. ദേവാസുര യുദ്ധത്തിൽ ദശരഥനെ കൈകേയി രക്ഷിച്ച കാര്യവും അതിൽ സന്തോഷിച്ച് ദശരഥൻ വാഗ്ദാനം ചെയ്ത 2 വരങ്ങളും ചോദിക്കാൻ മന്ദര പറഞ്ഞു. ഇത് വളരെ നാടകീയമായി അവതരിപ്പിക്കാനുള്ള മാർഗവും അവർ പറഞ്ഞുകൊടുത്തു. താൻ വരച്ച വരയിൽ ദശരഥനെ തളയ്ക്കാനുള്ള കരുത്ത് കാണിക്കാൻ വേണ്ട പരിശീലനവും മന്ദര കൈകേയിക്ക് നൽകി. മന്ദരയുടെ നിർദ്ദേശം അങ്ങനെ നടപ്പിലാക്കി രാമാഭിഷേകം മുടങ്ങുകയും ചെയ്തു. എല്ലാം കൊണ്ടും ഗുണവതിയായ കൈകേയിയുടെ മനസ്സ് സഖി മന്ദരയ്ക്ക് അനായാസം മാറ്റാൻ കഴിഞ്ഞു. അതാണ് കവി പറഞ്ഞത്, എത്ര നല്ലവരായാലും ചിത്തസ്വഭാവത്തോടു കൂടിയ കൂട്ടുകാരെ മാറ്റി നിർത്തുക വേണമെന്ന്. ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് സത്സംഗമാണ്. അതായത് നല്ലവരുമായുള്ള ബന്ധം തന്നെയാണ്. ഇതുതന്നെയാണ് നമ്മുടെ മനസ്സിനെ ഉയരങ്ങളിലേക്ക് നയിക്കുന്നതും. ഇനി അഥവാ നല്ലവരുമായി ബന്ധം വയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു കാരണവശാലും ദുർജനങ്ങളുമായി ബന്ധം വരാതിരിക്കാൻ ഓരോ വ്യക്തിയും ജാഗ്രത വെക്കണം. ഇനി കഷ്ടകാലത്തിന് ദുർജനങ്ങളുമായി ബന്ധം വന്നാൽ അത് എത്ര തന്നെ നല്ല ആളുകളാണെങ്കിലും, അത് നീതിമാനായാലും ധർമ്മിഷ്ഠനായാലും കീർത്തിമാനായാലും, അങ്ങനെ ഒരു വ്യക്തിയുടെ സത്യസന്ധതയ്ക്ക് പ്രശസ്തിക്ക് മങ്ങലേക്കാൻ ഈ ഒരു ബന്ധം കാരണമായി മാറും. ഈ ജീവിതത്തിൽ ഭഗവാനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതെന്നാൽ ഒരു കാരണവശാലും ദുർജനങ്ങളായിട്ട് ബന്ധം ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. ദുർജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുഭാഷിതങ്ങളിലൊക്കെ പറയും, കരിക്കട്ട പോലെ എന്നൊരു വാക്യമുണ്ട്. എന്ന് വെച്ചാൽ ചൂടുള്ള സമയത്ത് എടുക്കാൻ സാധിക്കില്ല, തൊട്ടാൽ തന്നെ കൈ പൊള്ളും. തണുത്താലോ എടുക്കാൻ പറ്റുമോ? അതും സാധിക്കില്ല, കൈ മുഴുവൻ കരിപുരളും. അപ്പോൾ ഈ ദുർജനങ്ങളായി ലോഹ്യത്തിന് പോയാലും അതേപോലെ വിരോധത്തിന് പോയാലും അത് രണ്ടും നമ്മുടെ ആപത്തിന് കാരണമായി മാറും. അപ്പോൾ ഒരുവിധം നിവൃത്തിയുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു തരത്തിലും ദുർജനങ്ങളുമായി ബന്ധം സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആ സർവേശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. സ്വർണം പ്രഭയുള്ളതാണ്, പക്ഷേ ചെളി പിടിച്ചു കഴിഞ്ഞാൽ ആ സ്വർണത്തിന്റെ പ്രഭ തെളിഞ്ഞു കാണില്ല. ഇതേപോലെയാണ് നമ്മുടെയൊക്കെ മനസ്സിന്റെ അവസ്ഥ. ദുർജനങ്ങളായിട്ട് ബന്ധം വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഉള്ളിലുള്ളതായ ഈ സാത്വികതയ്ക്ക് നല്ലൊരു മങ്ങലേൽപ്പിക്കും എന്ന് തിരിച്ചറിയുക, മനസ്സിലാക്കുക.
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.